ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ഞാൻ പ്രതികരിച്ചില്ല. പിന്നെ അവർ ജൂതന്മാരെ തേടി വന്നു. അപ്പോഴും ഞാൻ മിണ്ടിയില്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. അന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. NRC ബില്ല് കാലത്തും വഖഫ് ബില്ല് കാലത്തും ഇതെല്ലാം അവർക്കല്ലേ എന്ന് കരുതുന്ന കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാൾ പോലെ FCRA ബിൽ തൂങ്ങിയാടുന്ന ഈ നിമിഷത്തിൽ ഈ വരികളായിരിക്കുമോ ഓർമ്മിക്കപ്പെടുക? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ BJP കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തെയാണ്. അതായത് ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം കൂട്ടിയാലാണ് അവർക്ക് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈയിടെ അവർ ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം കൂട്ടുകയും അതിൽ അംഗമായിട്ടുള്ള നമ്മുടെ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകനും. എന്നാൽ ഈയിടെ PC ജോർജിനും അദ്ദേഹത്തിൻ്റെ മകനൊക്കെ കുറച്ച് ക്രിസ്ത്യൻസിനോടുള്ള സ്നേഹം വളരെ കൂടിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ നിരന്തരം ആക്ഷേപിക്കുന്ന വീഡിയോയുമായിട്ട് നമ്മുടെ PC ജോർജും മകനും വന്നിട്ടുണ്ട്. എന്തായാലും PC ജോർജ് പറഞ്ഞ ഒരു വീഡിയോ നമുക്ക് ആദ്യം കണ്ട് അതിന് ഉസ്താദ് അൻസാരി സൂരി ചെയ്ത വീഡിയോയും ഒന്ന് നമുക്ക് കണ്ട് വരാം. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുവരും. കുറേ പിതാക്കന്മാരുണ്ട്, എന്ത് ഉളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം BJP എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഹാലിളകുന്നത്. എനിക്ക് തലയ്ക്ക് ശരിയില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. നീ ഇത് തന്നെ കൊടുത്തേരെ കേട്ടോ. ബഹുമാനപ്പെട്ട PC ജോർജിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് സമൂഹത്തിന് എല്ലാവർക്കും നല്ലപോലെ അറിയാം. അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാ തുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പം അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിന് ഒറ്റ മറുപടിയായിട്ടുള്ളത് തരാനുള്ളത്. PC ജോർജിനൊക്കെ മറുപടി ജനം തെരഞ്ഞെടുപ്പിൽ കൊടുക്കും. അത് ജനം തീരുമാനിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിപ്പം PC ജോർജിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ കൃത്യമായ മറുപടി ജനം കൊടുക്കുമെന്ന് ഞാൻ വിളിച്ചു പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ നാട്ടിലെ ജനം വളരെ വിവേകമുള്ളവരാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത. വിവേകമില്ലാത്തവർ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഭൂരിപക്ഷം ജനവും വിവേകമുള്ളവരാണ്. അവർക്ക് തോന്നുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കും. അത് PC ജോർജോ അല്ലെങ്കിൽ എൻ്റെ ഏത് സ്ഥാനാർത്ഥികൾക്കോ ആർക്കെങ്കിലും അവർ കൊടുത്തു കൊള്ളട്ടെ, അത് വേറൊരു വിഷയമാണ്. പക്ഷേ PC ജോർജിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ ക്രൈസ്തവ സഭയിലെ ബിഷപ്പുമാരെയാണ് പറഞ്ഞത്. അപ്പം ഞാനും അതിലൊരു ബിഷപ്പായതുകൊണ്ട് അത് കേട്ടപ്പോൾ എനിക്കും ഒരു വേദന ഉണ്ടായി. അദ്ദേഹം എപ്പോൾ പറഞ്ഞാലും ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്ന ഒരു പ്രവണത അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശീലത്തിൻ്റെ ഭാഗമാണ്. ആ ശീലത്തെ ആ ശീലമായിട്ട് മാത്രം കാണുക. BJPയുടെ മാന്യത കൊണ്ടാണ് ക്രിസ്ത്യാനികളെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. സാക്ഷാൽ PC ജോർജിന്റെ പ്രസ്താവനയാണ്. ചുമന്നുകൊണ്ട് നടക്കുക എന്നതിന്റെ മീനിങ് ഉള്ളിൽ ഔഷധ ഗുണമില്ലെങ്കിലും ഞങ്ങൾ നിവൃത്തികേട് കൊണ്ട് ഞങ്ങളുടെ നിസ്സഹായത കൊണ്ട് സഹിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഏതൊരു മലയാളിക്കും ഈ വാക്കിന്റെ ഉത്സാരം മനസ്സിലാകും. ക്രിസ്ത്യാനികൾ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ അങ്ങനെ സഹിക്കേണ്ട ഒരു വിഭാഗമാണോ? ആണോ? അല്ല എന്ന് എൻ്റെ അഭിപ്രായം. എന്നാൽ ഷോൺ ജോർജും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. കേട്ടോ, കുരിശുപള്ളി മാതാവിന്റെ മുമ്പിൽ വെച്ച് പറയുന്നു, 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരു ക്രൈസ്തവനായ ഷോൺ ജോർജിന് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷവും BJPയുടെ ഭാഗമായതിനു ശേഷമാണെന്ന് പറയാൻ ഷോൺ ജോർജിന് ഒരു മടിയുമില്ല. അത് എവിടെ നിന്നും ഷോൺ ജോർജ് കേട്ടല്ലോ നിങ്ങള്. BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യ മഹാരാജ്യത്തെ ക്രൈസ്തവർ, പ്രത്യേകിച്ച് PC ജോർജിനും ഷോൺ ജോർജിനുമൊക്കെ നിർഭയത്വത്തോടു കൂടി അവരുടെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങളെ അവർക്ക് നിർവഹിച്ചു പോകാൻ കഴിഞ്ഞത് BJP വന്നതിന് ശേഷമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റെഡി. അത് രണ്ടും നമ്മൾ കേട്ടല്ലോ. എന്നാൽ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം, PC ജോർജ് ആണെങ്കിൽ ഷോൺ ജോർജ് ആണെങ്കിലും സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും കണ്ടുകൊണ്ട് നിങ്ങളുടെ നിലപാടുകളെല്ലാം ഏകീകരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഗോഡ്നെസ് എന്ന് പറയുന്ന ചാനൽ ആരെയാണ്? സഭാ നേതൃത്വവും സഭാ വിശ്വാസികളെല്ലാം കൂടെ നേതൃത്വം വഹിക്കുന്ന ഒരു ചാനലാണ് ഗോഡ്നെസ് എന്നുള്ളത്. ഈ ഗോഡ്നെസ് ചാനൽ വന്ന 2 വാർത്തകളെ കേൾപ്പിക്കണം. ഒന്ന് കേട്ടോ. ഒഡീഷയിൽ മതപരിവർത്തനം ആരോപിച്ച് പാസ്റ്ററെ ബജ്റംഗ് ദൾ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ച് ചാണകം തീറ്റിച്ച സംഭവം ഉൾപ്പെടെ ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് ദീപിക കൊണ്ട് ചാണകം തീറ്റിച്ചു എന്ന ആ വാർത്ത പുറത്തുവിട്ടത് ഇവിടുത്തെ മുസ്ലിം മുഖ്യധാര മാധ്യമങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മലയാള മാധ്യമങ്ങളൊന്നുമല്ല. നിങ്ങളുടെ തന്നെ ഗോൾഡസ് എന്ന് പറയുന്ന ചാനലാണ് ഈ വാർത്ത വന്നത്. പാസ്റ്ററെ കൊണ്ട് ചാണകം തീറ്റിച്ചു എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു വാർത്ത കൂടെ കണ്ടുപോകും. വടക്കൻ ത്രിപുരയിലെ ധർമ്മനഗറിലുള്ള ഹോളി ക്രോസ് കോൺവെന്റ് സ്കൂളിൽ സരസ്വതി പൂജ നടത്തണമെന്ന ആവശ്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് വ്യാഴാഴ്ച സ്കൂളിന് മുന്നിൽ VHP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് 2 വാർത്തയും കണ്ടു. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഷോൺ ജോർജും PC ജോർജും ഈ പറഞ്ഞ ഇതേ നിലപാട് തന്നെയാണോ സഭാ നേതൃത്വത്തിനുള്ളത്?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ ഏകീകരിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ മീഡിയകളിലൊന്നും BJP-നെ തരം താഴ്ത്തുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ പള്ളി പൊളിച്ചെന്നോ നിങ്ങളുടെ പാസ്റ്റർമാരെ കൊണ്ട് ചാണകം തീറ്റിച്ചോ എന്നുള്ള വാർത്ത കൊടുക്കരുത്. ഈ മലയാളികൾക്ക് എല്ലാ സമൂഹങ്ങളെക്കാളും എല്ലാ നാട്ടുകാരെക്കാളും കുറച്ച് ബുദ്ധി കൂടുതലുള്ള ആളുകളാണ് ഈ മലയാളികൾ. അപ്പോൾ മലയാളി ഇത് കണ്ട പുച്ഛിക്കും നിങ്ങളുടെ വില പോകേണ്ട പറഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കെട്ടാണെങ്കിൽ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള വാർത്ത ഞങ്ങൾ അങ്ങനെ അനുമോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ അംഗീകരിച്ചു, ഞങ്ങളെ ഇങ്ങനെ സഹായിച്ചു എന്നൊക്കെ പറയുക. അല്ല നിങ്ങളെ പൊളിച്ചത് നിങ്ങളെ ചാണം തിരിച്ചൊന്നും പറയരുത്. അത് മറച്ചു വെക്കുക. നമ്മളെ ഗ്രാൻഡ് സ്റ്റേറ്റ് മറച്ചു വെക്കുന്ന പോലെ മിണ്ടത്തില്ലല്ലോ. അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ജയ് ഹിന്ദ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉസ്താദിൻ്റെ വീഡിയോയും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇദ്ദേഹം നിരന്തരം മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച് ഈ ക്രിസംഖികളെ ഒപ്പം കൂട്ടി, നല്ലവരായ ക്രിസ്ത്യാനികളെ അല്ല ഒപ്പം കൂട്ടി കേരളം പിടിക്കാമെന്ന രീതിയിൽ ഇദ്ദേഹം നിരന്തരം മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ അപ്പോഴും എല്ലാവരും പറഞ്ഞിരുന്നു ഇനി വരാൻ പോകുന്നത് ക്രിസ്ത്യാനികളുടെ മുകളിലേക്കാവുന്നത്. ഇവൻ പറയുന്നത് 2% ക്രിസ്ത്യൻ സമൂഹം ഇന്ത്യയിൽ ജീവിക്കുന്നത് BJP-യുടെ ഔദാര്യം കൊണ്ടാണെന്നാണ് ഇവൻ പറയുന്നത്. ഇവൻ മനസ്സിലാക്കണം, ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും, എല്ലാ പൗരന്മാർക്കും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭരണഘടന നൽകുന്ന ഉറപ്പിന്മേലാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള സാമാന്യ ബോധം കൂടി കൽപ്പിക്കാതെ BJP-യുടെ ഔദാര്യം കൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇവിടെ ജീവിക്കുന്നത് എന്നാണ് ഈ പൊട്ടൻ പറയുന്നത്. എന്തായാലും ക്രിസ്ത്യൻ സമൂഹത്തിന് ക്രിസംഖികൾ ഒഴിച്ച് എല്ലാവർക്കും ഇപ്പം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.